SAR 2026-ന്റെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 2025 ഡിസംബർ 23 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് voters.eci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ വോട്ടേഴ്സിൻ്റെ സർവീസ് പോർട്ടലിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിനു മുന്നേ നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ID കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായിട്ടുള്ള ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് OTPക്ക് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു 6 അക്ക നമ്പർ OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിലെ ഏറ്റവും അവസാനത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇലക്ടോറൽ റോൾ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യാൻ പറയും. ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇയർ ഓഫ് റിവിഷനും റോൾ ടൈപ്പും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതില്ല. അതിന് തൊട്ട് താഴെയുള്ള ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഏറനാട് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി മലയാളം വരും. അതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് കാണാം. അത് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ താഴെ സെർച്ച് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ ബൂത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ താഴെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ബൂത്തിൻ്റെ നേരെ ഒരു കോളമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ മുകളിലായിട്ടുള്ള ക്യാപ്ച കോഡിൻ്റെ തൊട്ടടുത്തായിട്ട് റിഫ്രഷ് ഐക്കൺ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യേണ്ട കോളത്തിൽ ക്യാപ്ച കോഡ് തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് PDFs എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ SARന്റെ കരട് വോട്ടർ പട്ടിക നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി ചെക്ക് ചെയ്യുക. പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ BLOയുമായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.